Yes, sir. Can you give me 2 single rooms? Do you have reservation? No. Just a minute, sir. Sorry, sir. ഇപ്പോൾ ഒരു ഡബിൾ റൂമേ വേക്കൻ്റ് ഉള്ളൂ. Okay. വരൂ. Key, please. എന്റെ കൂടെ ഈ മുറി കിടക്കാൻ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. പേടിയാണെങ്കിൽ ഞാൻ താഴെ ലോബിയിൽ പോയി കിടന്നോളാം. അതേതായാലും വേണ്ട. മനുഷ്യൻ ലൈംഗിക വികാരങ്ങളെ സപ്രസ് ചെയ്യുമ്പോൾ അത് മനസ്സിനെയും ശരീരത്തെയും പലവിധത്തിൽ ബാധിക്കും. ഇത് അതുപോലത്തെ ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും ബാക്കി ടെസ്റ്റുകൾ കൂടി കഴിയട്ടെ. ഓക്കെ ഡോക്ടർ, ഞാൻ വരട്ടെ. വരൂ. ഞാൻ ഇന്നലെ രാത്രി അല്പം പോലും ഉറങ്ങിയില്ല. കണ്ണടച്ചാൽ എന്തൊക്കെയോ പേടി സ്വപ്നങ്ങൾ. എന്നെ കുറിച്ചാണോ? അയ്യോ അല്ല, വെറും ടെൻഷനാണ്. വെറുതെ അത് ഇത് ആലോചിച്ച് ഭയപ്പെടുന്നുണ്ടല്ലോ ടെൻഷൻ. ആയിരിക്കും. ടെൻഷൻ മാറ്റാൻ എന്റെ മരുന്നുണ്ട്. എന്റെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല. ഞാനും. മദ്യമാണെന്ന് ആര് പറഞ്ഞു? അല്ലേ? പിന്നെ മരുന്നാണ്. സ്ലീപ്പിംഗ് പിൽസ് ആണോ? അല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ റിലീവർ ആണെന്ന്. എങ്കിൽ തരൂ. ഇതാ. ഇത് കഴിച്ചാ ചത്തുപോകുന്നില്ലല്ലോ. മരിക്കാൻ പേടിയാണോ? എന്തിനിപ്പോ മരിക്കുന്നത്? ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണ്. എനിക്കിപ്പോ മരിക്കാൻ മനസ്സില്ല. എങ്കിൽ ജീവിക്കണം. ജീവിക്കാണല്ലോ. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? അല്പം കുടിച്ചു നോക്കുന്നോ രുചി അറിയാൻ? ഇല്ല.
മതി, വേണ്ട, പ്ലീസ്. അയ്യോ, അയ്യോ, വേഗം തയ്യാറാവും. മണി 8 ലേറ്റ് ആവണ്ട. നോക്കിയിടത്തോളം കുഴപ്പമൊന്നുമില്ല. സ്കാനിങ് നാളെ 9:30 മണിക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ? ഓക്കെ ഡോക്ടർ. തലവേദനയുണ്ടോ? ഒന്നുമില്ല. പിന്നെ 2-3 ദിവസമായിട്ട് തലവേദന ഉണ്ടായില്ലല്ലോ. ഇല്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ തന്നെയായിരുന്നു നിങ്ങളുടെ രോഗം. ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ കഴിഞ്ഞു. സ്കാനിങ് എന്ന കീറാമുട്ടിയും കീറി. നാളെ ഫൈനൽ ഡയഗ്നോസിസ് റിപ്പോർട്ട് വരാമെന്ന് പറഞ്ഞിരിക്കുക ഡോക്ടർ സുകുമാരൻ. സോ രാധ, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, എല്ലാ മരുന്നുകളും നിർത്തുക. അങ്ങനെ ഒരു പരീക്ഷണം കൂടി നമുക്ക് നടത്താം. എന്താ? ഓക്കെ ഡോക്ടർ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്താ രാധേ, എന്താ പറ്റി? എന്താ മോളെ? ഡോക്ടർ എന്ന് പറഞ്ഞു. അബ്സല്യൂട്ട്ലി നോർമൽ ആണെന്നാണ് ഡോക്ടർ സുകുമാരൻ പറഞ്ഞത്. ഇവിടെ നടത്തിയ എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ അവിടെ ചെയ്തു. പിന്നെയാണ് സ്കാനിങ് ചെയ്തത്. ഇൻ ന്യൂറോളജി സുകുമാരൻ ഈസ് ദ ലാസ്റ്റ് വേർഡ്. വെല്ലൂർ ചെന്നൈ പിന്നെ ഒരു പ്രാവശ്യം ചേട്ടത്തിക്ക് തലവേദന ഉണ്ടായുള്ളൂ. സർപ്രൈസിങ്. മോളെ, നിനക്കിപ്പോ തലവേദന വരാറുണ്ടോ? ഇല്ല. ദാറ്റ്സ് ഗുഡ്. ഭാഗ്യം. ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതിയായിരുന്നു. Congratulations. It is confirmed.
ഡോക്ടർ ഇന്നലെ വീണ്ടും കണ്ടു. എന്ത് പറഞ്ഞു? ഉറപ്പാണെന്ന്. ഗുഡ്. കരയരുത്. കരയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ചിരിക്കണോ? 5-6 വർഷങ്ങളായില്ലേ ചിരിച്ചിട്ട്? ഇതുവരെ കരയായിരുന്നില്ലേ? ഇനി അല്പം ചിരിക്കുന്നോണ്ട് അപകടമൊന്നുമില്ല. എന്നോട് പറ, എന്താ ഈയിടെ ചേട്ടത്തിക്ക് പതിവില്ലാത്തൊരു ദുഃഖം? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. ഞാൻ എന്നും ദുഃഖിച്ചിട്ടല്ലേ ഉള്ളൂ. നീ എന്താടി ഒന്നും മിണ്ടാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? ചോദിച്ചതൊക്കെ കേട്ടു. പറയാനുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പറഞ്ഞത് ഞാൻ കേട്ടു. ബാക്കി കാര്യങ്ങളാ ചോദിക്കുന്നത്. അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത്. അകത്തേക്ക് വരൂ. വേണ്ട. എന്താ ഇതിനകത്ത് സഹിക്കാനാകത്ത വല്ല മാറ്റമുണ്ടോ? ഒരിക്കൽ ഞാൻ ലക്ഷ്മണരെയൊക്കെ കവിച്ചു കടന്നു. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു. ഇനി വേണ്ട. ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. പറയൂ. എനിക്ക് എന്തെങ്കിലും മരുന്ന് വാങ്ങിത്തരണം. എന്തിന്? മരിക്കാൻ. പലതവണ ഇത് പറയുന്നു. ഇനി ആവർത്തിക്കരുത്. എനിക്ക് മറ്റൊന്നും പറയാനില്ല. അതെ, നിനക്ക് മരണമല്ല, ജീവിതമാണ് ഞാൻ തരാൻ പോകുന്നത്. പുതിയൊരു ജീവിതം, കുടുംബം, കുട്ടികൾ, അങ്ങനെ അനേക കാലം നീ ആത്മാവിൽ ആഗ്രഹിച്ചിരുന്നൊക്കെ. വേണ്ട സുധി, എനിക്ക് മരിച്ചാ മതി. ഞാനതിന് കൂട്ടു നിൽക്കില്ല. എങ്കിൽ ഞാൻ തന്നെ അതിന് വഴി കാണും. പക്ഷേ അതിനു മുൻപ് എന്റെ എല്ലാമായ സുഖവേട്ടന് ഈ ലോകത്തിലെ നിത്യനരകത്തിൽ നിന്ന് മോചനം നൽകും. എന്നിട്ട് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിക്കൂ. എന്ത് പറ്റി ചേട്ടത്തി? എന്താ രാജശേഖര, എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? പറയൂ, വാട്ട്സ് ട്രബിളിംഗ് യു? രാധ ഗർഭിണിയാണ്. വാട്ട്? യെസ്. മൈ ഗോഡ്. രാധേ, ഞാനും രാജശേഖരനും ബാല്യകാല സുഹൃത്തുക്കളാണ്. പഠിച്ചത് ഒരുമിച്ച്, ആർമിയിൽ ചേർന്ന് ഒരുമിച്ച്, പിരിഞ്ഞു പോന്നതും ഒരേ ദിവസം. അതാണ് മോളെ ഞങ്ങളുടെ സ്നേഹബന്ധത്തിന്റെ ചരിത്രം. അറിയാം. അപ്പോ ഈ കുടുംബത്തിന്റെ പ്രശ്നം എന്റെയും പ്രശ്നമാണ് അല്ലേ? നമുക്ക് നാളെ രാവിലെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണാം. എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. ഒന്നും പേടിക്കാനില്ല, ആരും അറിയുകയില്ല. ആൻഡ് യു വിൽ ബി ഫ്രീ. വേണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ
ഞാൻ നശിപ്പിക്കില്ല. ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളവനാണ് ഞാൻ. പക്ഷേ ഇത് അങ്കിൾ ഇനി എന്നോടൊന്നും പറയരുത്. സുധി, എന്താ അച്ഛാ? ഒരു കാര്യം പറയാനുണ്ട്. ആ. രാധ ഗർഭിണിയാണ്. ആരാണെന്ന് പോലും അവൾ പറയുന്നില്ല. അതെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അതറിഞ്ഞിട്ട് വേണ്ടേ? അറിഞ്ഞു. അയാളെ സമ്മതിക്കുകയും ചെയ്യുന്നു. അയാൾ രാധയെ കല്യാണം കഴിക്കാൻ ഒരുക്കമാണ്. എങ്കിൽ അച്ഛൻ നടത്തി കൊടുക്കോ? രാധയ്ക്ക് അത് ഇഷ്ടമാണെങ്കിൽ. എങ്കിൽ ബട്ട് ഹു ഇസ് ദാറ്റ് ബാസ്റ്റർഡ്? അതറിയണ്ടേ ആദ്യം. എനിക്കറിയാം. സമയമാകുമ്പോൾ ഞാനത് പറയാം. സുധാകര, ടെൽ മീ നൗ, ഹു ഇസ് ദാറ്റ് ബാസ്റ്റർഡ്? കം ഓൺ. ഞാൻ തന്നെയാണ്.